എന്തുകൊണ്ടാണ് മിക്ക ബിസിനസ്സുകളും പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോണത്? പല റീസൺസ് ഉണ്ട്. അതിൽ ഒരു മെയിൻ റീസണായിട്ട് എനിക്ക് തോന്നിയത്, നിലവിലെ സാഹചര്യത്തിൽ നമ്മളെ പേര് കേട്ട മാർക്കറ്റിംഗ് ഏജൻസികളൊക്കെ ഓഫർ ചെയ്യുന്നത് ഒരു 3 to 4x റിട്ടേൺസാണ്. അഥവാ ₹1 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ₹3 ₹4 തിരിച്ചു കിട്ടും. ഒന്നും കൂടെ മാറ്റി പറയുകയാണെങ്കിൽ ₹100 കിട്ടണമെന്നുണ്ടെങ്കിൽ ₹33.33 സ്പെൻഡ് ചെയ്യണം 3x റിട്ടേൺ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ 33.33% നമ്മളവിടെ ആഡ് സ്പെൻഡ് വരുന്നത്. അപ്പോൾ നിലവിൽ നമ്മളെ നാട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു 30 to 40% ഒക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഈ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രോഫിറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ്. ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇപ്പോൾ ഒരു ₹60 ഒരു സാധനം മേടിച്ചു ₹100 വിറ്റ് കഴിഞ്ഞാൽ 40% ആണ്, അല്ലെങ്കിൽ ₹40 ആണ് അവിടെ ഗ്രോസ് പ്രോഫിറ്റ്. പക്ഷേ ഈ ₹40 ശരിക്കും നമുക്ക് കിട്ടില്ല. ₹60 ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ₹100 വിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഓപ്പറേഷൻ കോസ്റ്റും അതിൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റും അതർ സ്പെൻഡുകളും ഫിക്സഡ് ആയിട്ടുള്ള സ്പെൻഡുകൾ ഉണ്ടാവും, അല്ലാത്ത സ്പെൻഡുകൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എന്താണോ ലാസ്റ്റ് വരുന്നത് അതല്ലേ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കേസിലോട്ട് വരാം. 3x റിട്ടേൺസ് ഒരു കമ്പനി ഓഫർ ചെയ്യുമ്പോൾ ഈ 40% ഗ്രോസ് പ്രോഫിറ്റ് മാർജിനുള്ള ഒരു ബിസിനസ്സിന് 33% ആഡിലോട്ട് പോയി. പിന്നെ ഈ ഏജൻസിക്കുള്ളതും, ഇനിയിപ്പോൾ ഏജൻസി അല്ല ഇൻറ്റേർണൽ ടീമാണെങ്കിൽ ഇൻറ്റേർണൽ ടീമിനുള്ളതും വേറെ പല രീതിയിൽ ഓപ്പറേഷൻ കോസ്റ്റുകളുണ്ടാവും, റെൻ്റ് ഉണ്ടാവും, വേറെ പല കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നെറ്റായിട്ടൊന്നും കയ്യിലോട്ട് വരില്ല. മിക്ക കേസിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എക്സ്ട്രാ മണി പമ്പ് ചെയ്യേണ്ടി വരും ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ബിസിനസ് വീണ്ടും അതിലോട്ട് പമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എത്രയും പെട്ടെന്ന് പൂട്ടിപ്പോകാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവൻ തോ നല്ല റവന്യൂ ജനറേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് ഫ്രം ഡേ വൺ മുതൽക്ക് നമുക്ക് ഓർഗാനിക്കലും കൂടെ ഫോക്കസ് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചാനൽസ് നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി തുടങ്ങാം. ഐ നോ ദാറ്റ് നമുക്ക് ഡേ 1 മുതലൊന്നും ഓർഗാനിക്കിൽ നമുക്ക് സെയിൽ കിട്ടൂല. സെയിൽ എത്രയും പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പെയ്ഡ് മസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോവുകയാണെങ്കിൽ, അല്ല പെയ്ഡ് ഇല്ലാണ്ടും ചെയ്യാം, പക്ഷെ അത് സമയമെടുക്കും, നന്നായിട്ട് സമയമെടുക്കും. അപ്പോൾ രണ്ടും ഒരുമിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കുറച്ചൊക്കെ റവന്യൂ കയറി തുടങ്ങുമ്പോൾ തന്നെ നൈസായിട്ട് ഓർഗാനിക് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ SEOയോ അല്ലെങ്കിൽ വേറെ ഓർഗാനിക് കോണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചാനൽസ് നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് ലോങ് റണ്ണിൽ ഇത് പ്രോഫിറ്റബിൾ ആക്കാനുള്ള വഴികൾ നോക്കുക. എപ്പോഴും ഈ നെറ്റിനെ കുറിച്ചിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. എൻഡ് ഓഫ് ദ ഡേ ബിസിനസ്സുകാരൻ കച്ചവടം ചെയ്യണത് എന്തിനാ? പ്രോഫിറ്റിനാണ്. കയ്യിൽ ക്യാഷ് കിട്ടണം അല്ലേ? അല്ലാണ്ട് അത് കുറേ കണക്ക് കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആ രീതിയിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും കേട്ടോ. അതിന് ഇത്